ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് നല്ല സിമ്പിളായിട്ടുള്ള അവക്കാഡോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൈന ഗ്രാസ് മെൽറ്റ് ആക്കിയിട്ട് എടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ചൈന ഗ്രാസാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് മെൽറ്റാക്കി വെക്കുക. അപ്പോൾ എന്നിട്ട് നമുക്കിത് നല്ലോണം മെൽറ്റാക്കിയിട്ട് എടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് സിമ്മിലിട്ടിട്ട് ഇങ്ങനെ മെൽറ്റാക്കിയിട്ട് എടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പുഡിങ്ങിന് വെള്ളം അധികമായിട്ട് പോകും. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മെൽറ്റാക്കിയിട്ട് എടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അവക്കാഡോ റെഡിയാക്കിയിട്ടെടുക്കുക. അപ്പോൾ നന്നായിട്ട് പഴുത്ത അവക്കാഡോ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉള്ളിൽ നല്ലോണം പഴുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു കയ്പ്പായിരിക്കും. നമുക്ക് പുഡിങ് കഴിക്കാനേ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ ഇതുപോലെ നല്ലോണം പഴുത്തിട്ടുള്ള അവക്കാഡോ എടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു അവക്കാഡോൻ്റെ പൾപ്പ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സിയിലിട്ടിട്ട് ഒരുമിച്ച് തന്നെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അവക്കാഡോ പൾപ്പ് ഉണ്ടല്ലോ, ആ ഒരു പൾപ്പ് ആദ്യം ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് പുഡിങ് എത്ര ക്വാണ്ടിറ്റി ആണോ വേണ്ടത് അതനുസരിച്ചിട്ട് ആഡ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഏകദേശം ഒരു ട്രേയിലോട്ട് ഒരു അവക്കാഡോൻ്റെ പൾപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി. അതിന് നല്ല ഫ്ലേവറായിട്ട് വരും. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 കപ്പ് ഷുഗറാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ 1/2 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഒരു തിക്കായിട്ട് വരാനും ടേസ്റ്റി ആവാനും വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു 1/2 ടിന്ന് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഒന്ന് നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാൽ, അതായത് തിളപ്പിച്ച് ആറിയിട്ടുള്ള പാലാണ്, അത് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് 1 കപ്പ്, 1/2 കപ്പിൻ്റെ 2 കപ്പ് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ തണുത്ത മിൽക്ക് മിക്സിലോട്ടാണ് നമ്മൾ ചൈന ഗ്രാസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ചൈന ഗ്രാസും നന്നായിട്ട് തണുക്കണ്ട, ഒരു ഏകദേശം ഒന്ന് തണുത്തതിന് ശേഷം ആഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ചൈന ഗ്രാസും കൂടെ ചേർത്തിട്ട് ഞാൻ ഒന്നുകൂടെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ പുഡിങ് ട്രേ റെഡിയാക്കിയിട്ട് വെക്കുക. അപ്പോഴേക്കും ആ ഒരു ചൈന ഗ്രാസും കൂടെ ചേർത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ട് വരും, പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും. അപ്പോൾ ആ ഒരു ചൈന ഗ്രാസ് ചേർത്തിട്ട് അപ്പം തന്നെ ഈ ഒരു ട്രേയിലോട്ട് മാറ്റുക. എന്നിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൽ അധികം തീ കത്തിക്കാത്ത പുഡിങ്ങാണെന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ ആ ഒരു ചൈന ഗ്രാസ് മെൽറ്റാക്കാനും മാത്രമാണ് സ്റ്റൗ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഒരു 2 മണിക്കൂറോളം ഏകദേശം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ നല്ല തിക്കായിട്ട്, അതായത് ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലല്ല ഈ ഒരു പുഡിങ്. എനിക്ക് പേഴ്സണലി ഈ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ടൈപ്പ് പുഡിങ്ങാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ചൈന ഗ്രാസ് ചേർക്കാറില്ല. ചൈന ഗ്രാസ് അതിൻ്റെ ഡബിളായിട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സെറ്റായിട്ട് ഓരോ പീസാക്കിയിട്ട് അല്ലെങ്കിൽ ഡിമോൾഡ് ചെയ്യാനും പറ്റും. ഈ ഒരു മോൾഡിൽ നിന്ന് ഡിമോൾഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലല്ല, ഞാൻ കുറച്ച് ക്രീമി ആയിട്ടുള്ള ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ചൈന ഗ്രാസ് ആഡ് ചെയ്യാതെ വേണമെങ്കിലും നമുക്ക് അവക്കാഡോ പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പിസ്താഷ്യൂ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവക്കാഡോ പുഡിങ് പിസ്താഷ്യൂ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം അത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ്. വേറെ ഡെക്കറേഷനിലേറെ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചി ടേസ്റ്റും പിന്നെ ആ ഒരു അവക്കാഡോൻ്റെ ടേസ്റ്റും പിസ്താഷ്യൂവും കൂടെ നല്ല മാച്ചാണ്. അപ്പോൾ മാക്സിമം അത് വെച്ചിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.